നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനും താൽക്കാലികമായിട്ടുള്ളൊരു ജനറൽ സെക്രട്ടറിയെങ്കിലും കണ്ടെത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. പക്ഷേ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. കഴിഞ്ഞ PB-യിലും CC-യിലും ഒക്കെ വേണമെങ്കിൽ നടത്താമായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 28-നും 29-നൊക്കെ നടന്നിരുന്ന ആ യോഗങ്ങളിലൊക്കെ കണ്ടെത്തേണ്ടതായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. CPM-ന് താൽക്കാലികമായിട്ടുള്ളൊരു ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഇല്ല. പകരം പ്രകാശ് കാരാട്ടിനെയാണ് കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ CPM-ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറി ഇല്ലാതായി പോയത് എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വാർത്ത ചെയ്തു. MA ബേബിക്ക് ജനറൽ സെക്രട്ടറി ആവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന പോലെ MA ബേബിക്ക് തുണയാകുന്നത് കേരള ഘടകത്തിൻ്റെ പിന്തുണയായിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ MA ബേബിക്ക് വിനയായത് കേരള ഘടകത്തിൻ്റെ എതിർപ്പാണ്. CPM-ന് താൽക്കാലികമായ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനാകാഞ്ഞത് അത് അഭിപ്രായ ഭിന്നത മൂലം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രകാശ് കാരാട്ടിനെ കോർഡിനേറ്ററായി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദം ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം സീതാറാം യെച്ചൂരി അകാലത്തിൽ അന്തരിച്ചതോടെയാണ് പകരം ജനറൽ സെക്രട്ടറിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ച തന്നെ പാർട്ടിയിൽ സജീവമായത് എന്നുള്ളതാണ്. യെച്ചൂരിയുടെ സ്വാഭാവിക പിൻഗാമി എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടത് MA ബേബിയുടെ പേരാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് MA ബേബിയെ CPM പറിച്ചു നട്ടിട്ടുമുണ്ട്. അടുത്ത ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു പറിച്ചു നടൽ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ ബേബിയുടെ പേരിനോട് കേരള ഘടകം യോജിപ്പ് പ്രകടിപ്പിക്കാഞ്ഞതാണ് ഇപ്പോൾ വിനയായിട്ട് മാറിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ MA ബേബി ജനറൽ സെക്രട്ടറി ആകേണ്ടതാണ്. ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരള ഘടകം MA ബേബിക്കെതിരെ കടുത്ത എതിർപ്പാണ് ഉയർത്തിയത്. അടുത്ത വർഷം നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാമെന്നാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ പോലും. പക്ഷേ ഈ നിലയ്ക്ക് അടുത്ത വർഷവും MA ബേബിക്ക് ജനറൽ സെക്രട്ടറി പദം കിട്ടാക്കനിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ആ വാർത്ത അല്ലെങ്കിൽ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ള വാർത്ത ഞാൻ അവതരിപ്പിക്കുമ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ് MA ബേബിക്ക് കേരള ഘടകത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ജനറൽ സെക്രട്ടറി പദം കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ 2025 നടക്കുന്ന പാർട്ടിയുടെ സമ്മേളന കാലയളവിൽ ജനറൽ സെക്രട്ടറി പദം കിട്ടാക്കനിയായി MA ബേബിക്ക് മാറുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്കും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ജനറൽ സെക്രട്ടറി പദം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. ജനറൽ സെക്രട്ടറി പദം കിട്ടാറാകുമ്പോൾ ബേബി വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ 2012 കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസ്സിലാണ് MA ബേബി ആദ്യമായിട്ട് PB-യിലെത്തുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ ബേബിയുടെ പ്രവർത്തന കേന്ദ്രമെന്ന് പറയപ്പെടുന്ന ഡൽഹിയിലേക്ക് മാറ്റാൻ പാർട്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു. പിണറായിയുമായി അകൽച്ചയിലായിരുന്ന ബേബിയെ, ആ ബേബി സഖാവിനെ ഡൽഹിയിലേക്ക് മാറ്റിയതിന് പിന്നിൽ പാർട്ടിക്ക് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, കേരളത്തിൽ പിണറായിയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുക. 2, യെച്ചൂരിക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി ചുമതല ഏൽപ്പിക്കുക എന്നതായിരുന്നു. അതായത് പാർട്ടിയുടെ തീരുമാനങ്ങളെന്ന് പറയപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ ദൗത്യം ഗംഭീരമായിട്ട് വിജയിപ്പിച്ചു. രണ്ടാമത്തെ ദൗത്യം വിജയിക്കുമോ എന്നറിയാൻ നമുക്ക് അടുത്ത വർഷം ചെന്നൈയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. എന്നാലും മുൻ ത്രിപുര മുഖ്യമന്ത്രിയായിട്ടുള്ള മാണിക് സർക്കാർ, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള പേരുകൾ ചർച്ചയിൽ വന്നെങ്കിൽ കൂടും അത് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം പ്രായപരിധി എന്നുള്ളതാണ്. 75 വയസ്സിന് മുകളിലേക്ക് പോകുമ്പോൾ അവരെ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങളിൽ ആരും ബേബിക്ക് പിന്തുണ നൽകില്ല എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. പിണറായി വിജയനും ബേബിക്കും പുറമെ MV ഗോവിന്ദനും വിജയരാഘവനുമാണ് കേരളത്തിൽ നിന്ന് PB-യിലുള്ളവർ. അപ്പോൾ കേരളത്തിലുള്ളവരുടെ അംഗീകാരം അല്ലെങ്കിൽ പിന്തുണ പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് MA ബേബിയെ പോലൊരു സഖാവിനെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുക? നമ്മുടെ സംസ്ഥാനം തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയനോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ വിജയരാഘവനോ ഇവർ 3 പേരുമാണ് ഇപ്പോൾ PB-യിലുള്ളത്. ആ 3 പേരുടെ പിന്തുണ മാത്രം മതി MA ബേബി എന്ന് പറയപ്പെടുന്ന നേതാവിന്, സഖാവിന് ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ. പക്ഷേ അവർ തന്നെ പിന്തുണ നൽകുന്നില്ലെങ്കിൽ ബേബിക്ക് കിട്ടാക്കനിയാകും ഈ ജനറൽ സെക്രട്ടറി പദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.